തരൂരിന്റെ ലേഖനത്തിന്റെ അവസാനം കൃത്യമായി പറയുന്നുണ്ടല്ലോ, അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഈ സമീപനം, അല്ലാത്തപ്പോഴൊക്കെ ചുമപ്പൻ കൊടിയും പിടിച്ച് ആരെങ്കിലും ഒരു പെട്ടിക്കട തുടങ്ങിയാൽ അതിന്റെ മുമ്പിലേക്ക് വരെ ചാടി ഇറങ്ങി CAG-യുടെ പിരിവുമായി നടക്കുന്നവരാണ് ഇവർ എന്ന് തരൂര് തന്നെ പറയുന്നുണ്ട്. അതെന്താണ് മനസ്സിലാക്കാത്തത്? രണ്ട്, തരൂരിന്റെ ലേഖനത്തെ അപ്പാടെ അങ്ങ് വിഴുങ്ങി ഇതാ ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം വികസനത്തിന്റെ വിപ്ലവത്തിന്റെ വലിയ ഉദാഹരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയാൽ ആന്തൂർ സാജൻ മുതൽ ഏറ്റവും അവസാനം കൊല ചെയ്യപ്പെട്ട പുനലൂരിലെ സുഗതൻ വരെയുള്ളവരെ ഓർമ്മിപ്പിക്കാതെ പോകാൻ എങ്ങനെയാണ് ഒരു ക്രിയേറ്റീവ് പ്രതിപക്ഷത്തിന് സാധിക്കാത്തത്? ഞാൻ പറഞ്ഞു തരാം. ഈ നാട്ടിൽ വ്യവസായം തുടങ്ങിയ വിവിധ ആൾക്കാരെ പറ്റി 1, 2, 3, 4 എന്ന് പറഞ്ഞു തരാം. ഒന്ന്, ആന്തൂരിലെ സാജൻ മാധുവിന് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. 10 കോടിയുടെ കൺവെൻഷൻ സെന്ററാണ് ആ മസ്കറ്റിൽ നിന്ന് വന്ന സാധാരണക്കാരൻ തുടങ്ങിയത്. അവന്റെ പെർമിഷൻ ലഭിക്കാൻ വേണ്ടി ആന്തൂർ നഗരസഭയുടെ കയറ്റിറക്കങ്ങൾ 10 വർഷം കയറി ഇറങ്ങി ഒടുക്കം ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ PK ശാമള നഗരസഭാധ്യക്ഷയായിരിക്കുന്നത് യാതൊരുവിധ തരത്തിലും അവന് അനുകൂലമായ നിലപാടുണ്ടാവില്ല എന്ന് കണ്ട് അരമൂർണം കയറിൽ തൂങ്ങിയ ആന്തൂർ സാജന്റെ ഭാര്യയെ പറ്റിയും എന്താണ് ദേശാഭിമാനി പത്രം എഴുതിയത്? അപ്പൊ 10 കോടി ഇവിടെ വികസനം തുടങ്ങാൻ വേണ്ടി ഇവിടെ വ്യവസായം തുടങ്ങാൻ വരുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ആന്തൂരിൽ നമുക്ക് കണ്ടില്ലേ. ഇനി പുനലൂരിൽ ദുബായിൽ നിന്നാണ് സുഗതൻ എന്ന് പറയുന്ന പാവപ്പെട്ടവർ വരുന്നത്. 6 കോടി രൂപയുടെ പദ്ധതിയുമായി വന്നത്. 2-3 വ്യവസായശാലകൾ, 2-3 ഈ പറയുന്ന മെഷീൻ ഫാക്ടറികൾ ഒക്കെയായി വന്നു. എന്തായിരുന്നു? CPI-യുടെ യുവജന സംഘടന ഫണ്ട് ചോദിച്ചിരുന്നു, കൊടുത്തില്ല, കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ല. തുടക്ക പ്രവർത്തനത്തിന്റെ ആരംഭഘട്ടമല്ലേ. കൊടികുത്തുക മാത്രമല്ല, ഇല്ലാത്ത തൊട്ടതിനും പിടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കോടതി കയറ്റി ഇറക്കി കൊടുക്കും. അവനും അരമുഴം കയറായിരുന്നു. അല്ലെങ്കിൽ അത് വളരുകയാണെന്ന തരൂരിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ അത് വളരുന്നതിൽ യാതൊരു പങ്കുമില്ലാത്ത, തൂണിന്റെയും തുരുമ്പിന്റെയും പങ്കില്ലാത്ത സംസ്ഥാന സർക്കാർ അതിൽ 8 കാലം മുന്നിൽ വയ്ക്കുന്നതാണ് പ്രശ്നം. ചില കണക്കുകൾ നോക്കാം. അങ്ങനെ തന്നെ ബഡ്ജറ്റിനാണല്ലോ എടുത്തു പറഞ്ഞത്. 2024-25 ബഡ്ജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി 58,50,00,000 രൂപയാണ് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചത്. എന്നാൽ പ്ലാൻ ഫണ്ട് വെട്ടിച്ചിരിക്കുന്നതിന്റെ ഭാഗമായി അതിൽ നിന്ന് 22 കോടി രൂപ സംസ്ഥാന സർക്കാർ വെട്ടിച്ചുരുക്കി. അതാണ് ഇവർ സ്റ്റാർട്ടപ്പുകൾ കൊടുക്കുക എന്ന് ഈ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. ഇനി MSME പറ്റിയാണ് ഈ ചർച്ചയിലെ രഘുനന്ദൻ നായർ അദ്ദേഹം പറഞ്ഞത്. MSME സ്റ്റാർട്ടപ്പുകളുമായി വ്യത്യാസമുണ്ട്. എന്താണ് 2016 നിന്ന് 2025 എടുത്തപ്പോൾ MSME-കൾക്ക് വ്യത്യാസം? 2016-ലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MSME രജിസ്റ്റർ ചെയ്തിരുന്നതും ഇന്ത്യയിൽ നമ്പർ 1 MSME ക്ലൈമറ്റ് ഉണ്ടായിരുന്നതും കേരളമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് നിന്ന് കേന്ദ്രം അന്നും റിപ്പോർട്ടുകളുണ്ട്. ഇനി വ്യവസായ മന്ത്രിയുടെ പബ്ലിക് സെക്ടറുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ വാദം നോക്കണേ. 55 പബ്ലിക് സെക്ടർ കമ്പനികളാണ് കേരളത്തിലുള്ളത്. അതിൽ 33 നഷ്ടത്തിലാണെന്ന് വ്യവസായ മന്ത്രി രാജീവ് പറയുന്നത്. ഇനി വാദം ചോദിച്ചല്ലോ, എന്താണ് ഈ സ്റ്റാർട്ടപ്പുകളും മറ്റുമൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമായുണ്ട്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നത് LDF ആണോ UDF ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതില്ല. അതിൽ സർക്കാരുകളുടെ കൊടിയുടെ നോക്കേണ്ടതില്ല. അംഗീകരിക്കുന്നു. പക്ഷേ ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറുകൾ? ഒന്ന് കിൻഫ്രയാണല്ലോ. കിൻഫ്രയിലാണല്ലോ ഒരുപാട് വ്യവസായങ്ങൾ ഉയർന്നു വരുന്നത്. ആരാണ് കൊണ്ടുവന്നത്? UDF. ഇൻഫോപാർക്ക് ആരാണ് കൊണ്ടുവരുന്നത്? UDF സർക്കാർ. സ്റ്റാർട്ടപ്പ് മിഷൻ ആണല്ലോ ഇപ്പോൾ ഇവർ കൊട്ടിഘോഷിക്കുന്നത്. ആ സ്റ്റാർട്ടപ്പ് മിഷന് പാവ് കല്ലിട്ടത് ആരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്റ്റാർട്ടപ്പ് പോളിസി തന്നെ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഗവൺമെന്റിന്റെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ എന്നാണ്. MGP ആരാണ് കൊണ്ടുവരുന്നത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച വിഴിഞ്ഞം ആരാണ് കൊണ്ടുവന്നത്? അല്ലെങ്കിൽ ആ ഐഡിയ, ആ പോളിസി കൊണ്ടുവന്ന ആരാണ്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ UDF ഗവൺമെന്റ്. ഇനി മറ്റു ചിലത് നോക്കാം. കൊച്ചി വിമാനത്താവളം ആരാണ് കൊണ്ടുവന്നത്? ഞങ്ങൾ കൊണ്ടുവന്നു. അന്ന് എന്റെ നെഞ്ചിന് കുറുകയല്ലാതെ ഇവിടെ വിമാനം ഇറങ്ങില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത S. ശർമ്മയെ മറന്നോ? ആ S. ശർമ്മ ഇന്നവിടെയാണെന്ന് അറിയുമോ? സിയാലിന്റെ ഡയറക്ടർ ബോഡിയുണ്ട്, സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി. ഇനി മറ്റൊന്ന് കൊച്ചി മെട്രോ എന്തായിരുന്നു ഇവരുടെ നിലപാട്? ഇനി മറ്റൊന്ന് ഗെയിൽ പൈപ്പ് ലൈൻ. ഈ ഗെയിൽ പൈപ്പ് ലൈൻ മണ്ണിനടിയിൽ കൂടെയുള്ള വലിയ ബോംബാണ് എന്ന് പറഞ്ഞ് പ്രചരണം കൊടുത്തിരുന്നത് ആരാണെന്ന് അങ്ങ് ഓർമ്മയുണ്ടല്ലോ? ഇതേ P. രാജീവാണ്. ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്ന് പറയുന്ന പോലെ ആകെപ്പാട് P. രാജീവിന് 2 ഉദാഹരണമേ ഉള്ളൂ ഈ സംസ്ഥാനത്ത്. ഒന്ന് ഈ ഗെയിൽ പൈപ്പ് ലൈനിന്റെ ഉദാഹരണവും മറ്റൊന്ന് കഴിഞ്ഞ ദിവസം U-ടേണിന്റെ ഉദാഹരണവും. അങ്ങ് കണ്ടല്ലോ, വ്യവസായ മന്ത്രിക്ക് 3 ലക്ഷം വ്യവസായങ്ങൾ ഈ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ എന്താ കോഴിക്കടയുടെ ഉദാഹരണത്തിന് പോലും ആരും വ്യവസായ മന്ത്രിയെ വിളിച്ചില്ലേ? അതുകൊണ്ടാണ് കൊച്ചി മെട്രോയുടെ 2 തൂണുകൾക്ക് അപ്പുറവും ഇപ്പുറവും ചുമപ്പൻ റിബൺ വലിച്ചു കെട്ടി U-ടേൺ ഉദാഹരണം ചെയ്യേണ്ട ഗതികളിലേക്ക് വ്യവസായ മന്ത്രി പോയത്. ശ്രീധരന്റെ